ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ആചാരങ്ങളെല്ലാം വളരെ കൃത്യമായി, അതിനകത്ത് നിങ്ങൾ വീഴ്ച വരുത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വീഴ്ചയും തുറന്നു വരുത്തില്ല എന്നെനിക്കറിയാം. എങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസ സ്ഥാപനങ്ങളുടെ എല്ലാം അന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്നതിന്, അത് മതത്തിനും ജാതിക്കും എല്ലാം അതീതമായി കേന്ദ്ര സർക്കാർ 2014 മുതൽ വിഭാവനം ചെയ്ത സ്വദേശ് ദർശൻ, അതുപോലെ തന്നെ ടൂറിസം മേഖലയിലുള്ള പ്രസാദ് പദ്ധതി, ഇതിന് പ്രകാരമെല്ലാം കൾച്ചറും ടൂറിസവും ഒക്കെ ചേർന്ന് ഇതിപ്പോ CSML ഫണ്ടിൽ നിന്നാണ്. എനിക്കേറെ സന്തോഷം. അന്ന് ഈ ഫണ്ട് ഈ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ അനുവദിക്കുന്ന സമയം അർബൻ ഡെവലപ്മെന്റ് നഗരവികസന മന്ത്രിയായിരുന്ന ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ഈ തുക അനുവദിച്ചത്. ഇന്ന് അദ്ദേഹം എന്റെ ക്യാബിനറ്റ് ചീഫാണ്. പെട്രോളിയം മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹമാണ്. വളരെയധികം അഭിമാനം. അദ്ദേഹം അന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരു നിർവഹണത്തിലൂടെ ഈ ഒരു ഭംഗീകരണം ഇവിടെ നടത്തിയെടുക്കുവാൻ അത് വലിയ സൗകര്യവുമാണ്, വെറും ഭംഗി മാത്രമല്ല. ഈ സത്യം പറഞ്ഞാൽ അത്രയും വിസ്തൃതി ഇല്ലെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അതിന്റെ ആടയാഭരണം എന്ന നിലയ്ക്ക് ലഭിച്ച ഒരു ഭംഗി ഇവിടെ TD അമ്പലത്തിനും ലഭിച്ചിരിക്കുന്നു എന്നത് അതിയായ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള നന്ദി പ്രത്യേകം ഉച്ചത്തിൽ അറിയിക്കുകയാണ്. ശ്രീ ഹർദീപ് സിംഗ് പുരിക്കും നന്ദി.